LDF സർക്കാർ പാലത്തായി കേസ് കൈകാര്യം ചെയ്തത് അതീവ ജാഗ്രതയോടെയായിരുന്നുവെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് BJP നേതാവിന് ശിക്ഷ ലഭിച്ചത്. എന്നാൽ UDF സർക്കാർ പ്രതിക്ക് ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തതെന്നും KK രാഗേഷ്. LDF സർക്കാരിന്റെ കാലത്ത് പാലത്തായി കേസന്വേഷണവും അതിൻ്റെ വിചാരണ നടപടികളും അതീവ ജാഗ്രതയോടെയാണ് നടത്തിയിരുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് കേസിലെ പ്രതിയായിട്ടുള്ള പത്മരാജന് ശിഷ്ടകാല ജീവിതം മുഴുവൻ തടവ് ശിക്ഷ, കഠിന തടവ് ശിക്ഷ ലഭിക്കുന്ന വിധത്തിലുള്ള വിധി തലശ്ശേരി പോക്സോ കോടതി പുറപ്പെടുവിച്ചത്. അങ്ങനെയുള്ള ഒരു കുറ്റവാളിക്കാണ് ഇപ്പോൾ UDF സർക്കാർ ജാമ്യം ഒരുക്കി കൊടുത്തിട്ടുള്ളത്. ജാമ്യം ഒരുക്കി കൊടുക്കുക മാത്രമല്ല, ആ ശിക്ഷ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. M സന്തോഷ് കൂടി കണ്ണൂരിൽ നിന്ന് KK രാഗേഷിന്റെ വാർത്താ സമ്മേളനത്തിന്റെ സമഗ്ര വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സന്തോഷ്, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പാലത്തായി കേസുമായി ബന്ധപ്പെട്ടാണല്ലോ. പത്മരാജന് ജാമ്യം കിട്ടിയതുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉയരുകയാണ്. അത് കൃത്യമായ രീതിയിൽ ഒരു ഒത്തുകളിയുടെ ഭാഗമാണ് എന്ന ആക്ഷേപം തന്നെയാണോ KK രാഗേഷ് മുന്നോട്ട് വയ്ക്കുന്നത്? അവിടെ പ്രോസിക്യൂഷന്റെ നടപടികൾ ദുരൂഹത ഉളവാക്കുന്നതാണെന്നും ആരോപിക്കുകയാണോ? മനു, BJP നേതാവായ പത്മരാജന് രക്ഷപ്പെടാൻ UDF അവസരമൊരുക്കി കൊടുത്തു എന്നുള്ള കാര്യം തെളിവുകൾ സഹിതമാണ് KK രാഗേഷ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ശിക്ഷ റദ്ദാക്കണം എന്നുള്ള പത്മരാജന്റെ അപേക്ഷ യഥാർത്ഥത്തിൽ ഒക്ടോബറിലായിരുന്നു ഇതിൽ വാദം കേൾക്കുകയും നടപടികൾ ഉണ്ടാവുകയും ചെയ്യേണ്ടത്. എന്നാൽ UDF സർക്കാർ നേരത്തെ തന്നെ മെൻഷൻ ചെയ്ത് ഈ കേസ് നേരത്തെ ആക്കുകയാണ് ഉണ്ടായത്. കോടതിയിൽ ആവശ്യമായ സമയത്ത് കൃത്യമായിട്ടുള്ള തെളിവുകളും രേഖകളും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിയുകയും ചെയ്തില്ല. ഈ പ്രതിഭാഗത്തിന്റെ വാദങ്ങളെല്ലാം കോടതി അംഗീകരിക്കുന്ന നിലയിലേക്ക് എത്തിയത് പ്രോസിക്യൂഷന്റെ ഈ വീഴ്ചയാണ്. നേരത്തെ LDF സർക്കാരുടെ സമയത്ത് വളരെ ഗൗരവത്തോടു കൂടി ഈ കേസ് കൈകാര്യം ചെയ്യുകയും പ്രതിക്ക് ഏറ്റവും കഠിനമായ ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. എന്നാൽ ആ പ്രതിയെയാണ് ഇപ്പോൾ ഈ UDF സർക്കാർ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് KK രാഗേഷ് ചൂണ്ടിക്കാട്ടുന്നത്. ഇരയുടെ കുടുംബത്തോടുകൂടി ഉൾപ്പെടെ വലിയ അനീതിയാണ് UDF സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് KK രാഗേഷ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ചൂണ്ടിക്കാട്ടിയത്. മനു.